സോ എക്സാമിനേഷൻ 2 ലെവലിലാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ Tier 1 ആൻഡ് Tier 2 എന്നാണ് സാധാരണ SSCയുടെ എക്സാമിനേഷൻസിനെയൊക്കെ പറയുന്നത്. 2 ജനറൽ പേപ്പേഴ്സാണുള്ളത്. ഒന്ന് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും വീണ്ടും ജനറൽ അവയർനെസ്സും. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻട്രി ടെക്നിക്കൽ എക്സാംസിൻ്റെ അടുത്ത യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യൂട്യൂബ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ SSC JE എക്സാമിനേഷൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയറാണ്. SSC JE എക്സാമിനേഷൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇതൊരു ടെക്നിക്കൽ എക്സാമിനേഷൻ ആണ്. സോ ഇതിൽ ടെക്നിക്കൽ സബ്ജക്റ്റുകളുണ്ട്. സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഫസ്റ്റത്തെ റൗണ്ട്, അതായത് ഈ എക്സാമിനേഷൻ്റെ Tier 1 നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ജനറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളിലും നിങ്ങൾക്ക് എങ്ങനെ ഏറ്റവും നല്ല സ്കോർ നേടാം എന്നതിനെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് SSC JE എക്സാമിനേഷൻ എന്നാണ്. പേരിൽ പറയുന്നത് പോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസീസ് ആണ് ഇതിലൂടെ ഫില്ലാവുന്നത്. സോ പൊതുവെ SSCയുടെ കീഴിൽ വരുന്ന പല ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കുള്ള എഞ്ചിനീയറിംഗ് വർക്ക്സ് ചെയ്യാനുള്ള പോസ്റ്റുകളാണ് ജൂനിയർ എഞ്ചിനീയറിംഗ് പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമുക്കൊരു 6 ടൈപ്സ് ഓഫ് പോസ്റ്റുകളാണ് വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാം CPWD, MES, അതിനുശേഷം CWC, BRO, PSU. അതുപോലെ തന്നെ വേറെ പല ഗവൺമെൻറ് സർവീസസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റും SSC JEയിലൂടെയും അല്ലെങ്കിൽ JEയുടെ സ്കോറൊക്കെ ഉപയോഗിച്ചിട്ടും നടത്താറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പോസ്റ്റുകൾ, ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോസ്റ്റ്, അതായത് സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് CPWD എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ബിൽഡിങ്സിൻ്റെയും അതുപോലെയുള്ള കൺസ്ട്രക്ഷൻസിൻ്റെയും ഒക്കെ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ്റനൻസും ഒക്കെ നോക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് ഇവിടെ CPWDയുടെ കീഴിൽ വരുന്നത്. പിന്നെ വരുന്നത് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ് അല്ലെങ്കിൽ MES ആണ്. സോ ഇന്ത്യൻ ആർമിയുടെ കീഴിൽ വന്നിട്ടുള്ള ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ റോഡുകൾ, എയർഫീൽഡുകൾ, ഇവയുടെയൊക്കെ ഡിസൈൻ, പ്ലാനിങ്, എക്സിക്യൂഷൻ, മെയിൻ്റനൻസ് ഇതുപോലുള്ള ജോലികളൊക്കെയാണ് നമ്മുടെ MESൽ വരുന്ന ജോലികളുടെ അല്ലെങ്കിൽ റോളുകളിലേക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ അല്ലെങ്കിൽ CWC റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളാണ്. നമുക്കറിയാം അല്ലേ, ഇഷ്ടംപോലെ ഡാമുകളും അതിൻ്റെ പ്ലാനിങ്ങും എക്സിക്യൂഷനും ഒക്കെ വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സോ നമ്മുടെ ഡാം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളിലേക്കുള്ള റോളുകൾ, അതുപോലെ തന്നെ വാട്ടർ കൺസർവേഷൻ, പിന്നെ വാട്ടർ റിസർവ് കൺസർവേഷൻ, അതിൻ്റെ മാനേജ്മെൻറ്റ്, വീണ്ടും ഫ്ലഡ് കൺട്രോൾ മുതലായ കാര്യങ്ങളൊക്കെയാണ് ഈ പോസ്റ്റിൽ വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ കൺട്രിയുടെ ബോർഡറിൽ വന്നിട്ടുള്ള റോഡുകളുടെ മെയിൻ്റനൻസും അതുപോലെ തന്നെ പാലങ്ങളുടെ, ബ്രിഡ്ജസിൻ്റെയും ടണൽസിൻ്റെയും ഒക്കെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഡിസൈൻ മുതലായ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ BROയുടെ കീഴിൽ വരുന്ന പോസ്റ്റുകളിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇഷ്ടംപോലെ PSUs ഉണ്ട്. നമ്മുടെ ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിൽ വരുന്നത് തന്നെ ഇഷ്ടംപോലെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് വരാറുണ്ട്. അതിലേക്കുള്ള ചെറിയ ചെറിയ റിക്രൂട്ട്മെൻറ്റുകളും ഈ എക്സാം വഴി നടക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മറ്റ് അതർ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എഞ്ചിനീയറിംഗ് ജോലികളും ഈ ഒരു പോസ്റ്റിലൂടെ തന്നെയാണ് നടക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എക്സാമിനേഷനെ പറ്റി, നിങ്ങൾ ഏത് ജോലിയിലേക്കാണ് പോകുന്നത് എന്ന് പറയാനുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. RRB JEയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ SSC JEയും ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റാണ് അല്ലേ? അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? ഡെഫിനറ്റ്ലി എഞ്ചിനീയറിംഗ് തന്നെയായിരിക്കും. സോ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് BE അല്ലെങ്കിൽ BTech, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ടെക്നോളജി, ഇതിലേതെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ പല സ്ട്രീമുകളാണ്. മെയിനായിട്ട് സിവിലും അതുപോലെ തന്നെ ഇലക്ട്രിക്കലും പിന്നെ മെക്കാനിക്കലുമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഏത് പോസ്റ്റിലേക്കാണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ സെൻട്രൽ വാട്ടർ കമ്മീഷൻ CWCയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടേക്ക് സിവിൽ ആൻഡ് മെക്കാനിക്കലാണ് കൂടുതൽ വരുന്നത്. അവിടെ ഇലക്ട്രിക്കൽ പോസ്റ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് നിങ്ങളുടെ ഡിസൈറബിൾ ആയിട്ടുള്ള എലിജിബിലിറ്റി ആയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലേ? February 29 നോട്ടിഫിക്കേഷൻ വരുമെന്ന ന്യൂസാണ് SSCയുടെ ഒഫീഷ്യലായിട്ടുള്ള 2024 എക്സാം കാലണ്ടറിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത്. എക്സാം കാലണ്ടറിൽ SSC നടത്താൻ പോകുന്ന ഇഷ്ടം പോലെ എക്സാംസിൻ്റെ ഡീറ്റെയിൽസ് 2024 വന്നിട്ടുണ്ട്.
സോ നമ്മുടെ എക്സാം ആയിട്ടുള്ള SSC JE എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് മെയ് ജൂൺ ആ ഒരു ടൈമിലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഇപ്പം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ബിക്കോസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് SSCയുടെ JE എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഞാൻ പ്രധാനമായിട്ടൊരു കാരണം പറയാം. ഇപ്പോൾ SSCയുടെ കീഴിൽ MTS എക്സാംസ് വരാറുണ്ട്, അല്ലെങ്കിൽ CHSL ഒക്കെ വരാറുണ്ട്. അതിലൊക്കെ 10th 12th ഒക്കെയാണ് മിനിമം എലിജിബിലിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടേക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ നമ്പേഴ്സും ഒത്തിരി കൂടുതലായിരിക്കും. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. മിനിമം ക്വാളിഫിക്കേഷൻ തന്നെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ടൊരു ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി ആയിട്ട് വരുമ്പോൾ വരുന്ന ആപ്ലിക്കൻസിൻ്റെ എണ്ണം കുറവായിരിക്കും. സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ജോലി കരസ്ഥമാക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്ത് കളയരുത്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ എക്സാമിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഫസ്റ്റത്തെ ലെവലിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എലിജിബിലിറ്റി എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഏജ് ലിമിറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പല പോസ്റ്റുകൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലാണ് വരുന്നത്. സോ അതിനനുസരിച്ച് തന്നെ ചില പോസ്റ്റുകൾക്ക് അപ് ടു 32 ഇയേഴ്സും ചില പോസ്റ്റുകൾക്ക് അപ് ടു 30 ഇയേഴ്സും ആണ് ആക്ച്വലി ഇവിടെ നമ്മുടെ ഏജ് എലിജിബിലിറ്റി വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങളിപ്പം നിങ്ങളുടെ കയ്യിലൊരു റിസർവേഷൻ ഉണ്ട്, SC ST അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ റിലാക്സേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ഏജ് ലിമിറ്റും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ പ്രോസസ്സാണ്. സോ SSCയുടെ എല്ലാ എക്സാമിനേഷനും പോലെ തന്നെ ഈ ഒരു എക്സാമിനേഷനും നടക്കാനായിട്ട് പോകുന്നത് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, എന്താ ssc.nic.in എന്നാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ഇപ്പം എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിലും ഇനി ഭാവിയിലേക്ക് ചെയ്യാനുള്ള ഒരാളാണെങ്കിൽ പോലും നേരെ ഈ വെബ്സൈറ്റിലേക്ക് പോവുക. എന്നിട്ട് ഒരു പ്രൊഫൈൽ അവിടെ ക്രിയേറ്റ് ചെയ്തിടുക. ഓക്കെ, പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ID പ്രൂഫ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സോ നിങ്ങളുടെ പ്രൊഫൈൽ അവിടെ ഉണ്ടെങ്കിൽ SSCയുടെ ഏതൊരു എക്സാമിനേഷനും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തുള്ള റഷൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. മസ്റ്റായിട്ടും ഇതിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാം എല്ലാവരും. ഓക്കെ, അപ്പോൾ നേരെ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് പോവുക. ആൻഡ് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ ഫീസ് വളരെ മിനിമലാണ്. ഇവിടെ ആകെ 100 രൂപ മാത്രമാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നുള്ളൂ. അതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം വിമൻ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ എക്സ് സർവീസ്മെൻ, അതുപോലെ തന്നെ പിന്നെ വന്നിരിക്കുന്ന ചില റിസർവ്ഡ് കാറ്റഗറീസിലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീസ് എക്സംഷൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് യാതൊരു ഫീ പേയ്മെൻറ്റിൻ്റെയും ആവശ്യം വരാറില്ല. അപ്പോൾ ക്ലിയർ ആയല്ലോ. സോ നമ്മുടെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള ഫീ പേയ്മെൻറ്റിൻ്റെ എല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എക്സാമിനേഷൻ പാറ്റേൺ ആണ്. സോ എക്സാമിനേഷൻ 2 ലെവലിലാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ Tier 1 ആൻഡ് Tier 2 എന്നാണ് സാധാരണ SSCയുടെ എക്സാമിനേഷൻസിനെയൊക്കെ പറയുന്നത്. അപ്പോൾ അതിലെ ഒന്നാമത്തെ Tier 1 എക്സാമിനേഷൻ നടക്കുന്നത് 200 മാർക്സിലും, രണ്ടാമത്തെ എക്സാമിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ 2 എന്ന് പറയുന്നത് 300 മാർക്കിനുമായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ RRB JEയുടെ എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്നാമത്തെ ടിയറിൽ ടെക്നിക്കൽ സബ്ജക്ട്സ് ഒന്നുമില്ല, ജനറൽ സബ്ജക്ട്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ജനറൽ സബ്ജക്ട്സ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ടെക്നിക്കൽ സബ്ജക്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വന്നിരിക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റത്തെ പേപ്പർ എന്ന് പറയുന്നത്. സെക്കൻഡ് പേപ്പറിലാണ് 300 മാർക്ക്, അത് കംപ്ലീറ്റ്ലി ടെക്നിക്കലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി ഇതിന് നെഗറ്റീവ് മാർക്കിങ്സും വരാറുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും 0.25, അതായത് ഇവിടെ 1/4 മാർക്കിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് ആണ്. പേപ്പർ 1-ലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. ദാറ്റ് മീൻസ് നിങ്ങൾ 4 ക്വസ്റ്റ്യൻസ് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 1 മാർക്ക് അങ്ങ് പോകും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ സെക്കൻഡ് പേപ്പർ 300 മാർക്കിലാണ്. സോ നിങ്ങൾക്ക് അതിൻ്റെ വെയിറ്റേജ് ഒക്കെ നമ്മളിനി വരുന്ന സ്ലൈഡിൽ കാണുന്നുണ്ട്. അവിടെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് 1 മാർക്കാണ്. സോ ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അത് മാത്രം ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള എക്സാം പാറ്റേൺ. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ആണ്. രണ്ടും പ്യുവർലി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നടക്കുന്ന എക്സാമിനേഷനാണ്. സോ നമ്മുടെ ഫസ്റ്റത്തെ പേപ്പറിൽ ജനറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും അതുപോലെ തന്നെ വീണ്ടും
ഇവിടേക്ക് ജനറൽ അവയർനെസ്സുമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ മാത്സ് ഉണ്ടോ? ഇല്ല. ഇവിടെ ഇംഗ്ലീഷ് ഉണ്ടോ? ഇല്ല. മാത്സും ഇല്ല, ഇംഗ്ലീഷും ഇല്ല, അല്ലേ? ഇത് രണ്ടും ഇല്ലാതെ ഈ 2 ജനറൽ പേപ്പേഴ്സ് മാത്രമാണ് വരുന്നുള്ളൂ. അതിന് രണ്ടിനും നിങ്ങൾക്ക് ഇവിടെ കാണാം ഈക്വൽ വെയിറ്റേജ് ആണ്, അല്ലേ? 50 ക്വസ്റ്റ്യൻസ് ആണ് ഓരോന്നിൽ നിന്നും വന്നിരിക്കുന്നത്. ആൻഡ് ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വീതമാണ്. അതുകൊണ്ടാണ് നെഗറ്റീവ് മാർക്കിങ് 1/4 മാർക്കായിട്ട് മാറിയിരിക്കുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് വരുന്ന സ്ഥലത്തൊക്കെയാണ് 1 മാർക്കൊക്കെ നെഗറ്റീവ് മാർക്കിങ് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 2 സബ്ജക്റ്റുകൾ മാത്രമാണ് ജനറൽ പേപ്പേഴ്സിലുള്ളൂ. മാത്സിനെ പേടിയുള്ളവരും വീണ്ടും ഇംഗ്ലീഷിനെ പേടിയുള്ളവരും ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് SSC JEE. നിങ്ങളൊരു എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡറോ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പർ 1 ആൻഡ് പേപ്പർ 2. ഇത് ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ ടെക്നിക്കൽ പേപ്പേഴ്സ് ആണ്. സോ ഈക്വൽ വെയിറ്റേജ് ആണ്. ജനറൽ പേപ്പേഴ്സിന് ഇവിടെ 100 മാർക്കും വീണ്ടും ടെക്നിക്കൽ പേപ്പേഴ്സിന് ഇവിടെ 100 മാർക്കും തന്നെയാണ് വരുന്നത്. നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങളിപ്പം ജനറൽ എഞ്ചിനീയറിംഗിൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം സിവിൽ, അതിൽ തന്നെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, അല്ലേ? നിങ്ങൾ മെക്കാനിക്കലാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ മെക്കാനിക്കലിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് 100 മാർക്കിന് ഉണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ Tier 2 ആണ്. Tier 2 കംപ്ലീറ്റ്ലി ടെക്നിക്കലാണ്. അവിടെ ജനറൽ പേപ്പേഴ്സ് ഒന്നുമില്ല, കംപ്ലീറ്റ് ആയിട്ടും ടെക്നിക്കൽ ബേസ്ഡ് ആയിരിക്കും. 100 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിന് 300 മാർക്കാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മാർക്കിൻ്റെ വെയിറ്റേജ് എത്രയാണ്? 1 മാർക്കിൻ്റെ വെയിറ്റേജ് 3 ആണ്. 3 മാർക്കാണ് ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുന്നത്. മിസ്സാക്കിയാൽ, അല്ലെങ്കിൽ മിസ്സാക്കിയാൽ പ്രശ്നമല്ല, തെറ്റിച്ചാൽ അതിൽ നിന്ന് 1 മാർക്കാണ് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി രണ്ടിൻ്റെയും ഡ്യൂറേഷൻ സെയിം ആണ്. 2 hours ആണ് 2 എക്സാമിനേഷൻ്റെയും ഡ്യൂറേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. Tier 1ൻ്റെ പാറ്റേൺ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലായിട്ട് നോക്കുന്നത്. അതിൽ തന്നെ ജനറൽ സബ്ജക്ട്സ് ആണ്. ടെക്നിക്കൽ സബ്ജക്ട്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ടെക്നിക്കൽ സബ്ജക്ട്സ് അല്ല ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ സ്ക്രീനിൽ ജസ്റ്റ് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഫസ്റ്റ് ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ കണ്ടതാണല്ലോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസ് ആണ് കേട്ടോ. സോ സിലബസ് ആയിട്ട് നമുക്ക് ഇവിടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 ജനറൽ പേപ്പേഴ്സാണുള്ളത്. ഒന്ന് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും വീണ്ടും ജനറൽ അവയർനെസ്സും. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൻ്റെ സിലബസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും അനാലജീസിൽ തന്നെയായിരിക്കും. ദാറ്റ് ഈസ് SSCയുടെ ഏതൊരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. എന്താണ് അനാലജി എന്ന് പറയുന്നത്? അനാലജിയിൽ തന്നെ പല സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതായത് നമ്പർ ബേസ്ഡ് അനാലജി, വേർഡ് ബേസ്ഡ് അനാലജി, പിക്ചർ ബേസ്ഡ് അനാലജി, ആൽഫബറ്റ് ബേസ്ഡ് അനാലജി. സോ ബേസിക്കലി നിങ്ങളുടെ കയ്യിൽ ഒരു പെയർ ഓഫ് വേർഡ്സോ നമ്പേഴ്സോ പിക്ചേഴ്സോ തരും. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ മനസ്സിലാക്കുക. അതേ റിലേഷൻഷിപ്പ് വരുന്നത് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഇതിനെയാണ് നമ്മളിവിടെ അനാലജി എന്ന് പറയുന്നത്. അടുത്തത് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് സിമിലർ ആയിട്ടുള്ളതിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളതിനെ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്പേസ് വിഷ്വലൈസേഷൻ ആണ്. എന്താണ് ഈ സ്പേസ് വിഷ്വലൈസേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ബേസിക്കലി നമ്മുടെ സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ ടെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങളെയാണ് സ്പേസ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അതിൽ കൂടുതലായിട്ടും നമ്മുടെ ക്യൂബ് ആൻഡ് ഡൈസ് ബേസ്ഡ് ഉള്ള ചോദ്യങ്ങളൊക്കെ ഇതുപോലെയുള്ള ഒരു ഡൈസിൻ്റെ ഒരു പൊസിഷൻ തന്നിട്ട് അപ്പുറത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നത് ഏത് നമ്പർ ആയിരിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ വരിക. അല്ലെങ്കിൽ ഒരു ഫിഗറിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫോർമേഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ്. നെക്സ്റ്റ് പ്രോബ്ലം സോൾവിങ്ങും അനാലിസിസ് ആൻഡ് ജഡ്ജ്മെൻറ്റും. ഇത് രണ്ടും കൂടുതലായിട്ടും വരുന്നത് നമ്മുടെ പസിൽ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളായിട്ടാണ്. ഇനി അടുത്തത് ഡിസിഷൻ മേക്കിംഗ് ചോദ്യങ്ങൾ. വീണ്ടും നിങ്ങളുടെ തന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ റിയാക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള തരത്തിലുള്ള ചോദ്യങ്ങളോ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ പോലെയോ, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ പോലെയോ, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ് പോലെയുള്ള ടോപ്പിക്കുകളൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അടുത്തത് വിഷ്വൽ മെമ്മറിയാണ്. എന്താണ് വിഷ്വൽ മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത്? ബേസിക് ആയിട്ടുള്ള നമ്മുടെ നോൺ വെർബൽ റീസണിങ്ങിനെയാണ് നമ്മളിവിടെ വിഷ്വൽ മെമ്മറി എന്ന് പറയുന്നത്. വിഷ്വൽ മെമ്മറിയിൽ കൂടുതലായിട്ടും ഫിഗർ ക്ലാസിഫിക്കേഷൻ, എംബഡഡ് ഫിഗേഴ്സ്, ഫിഗർ സീരീസ്, ഫിഗർ അനാലജി, ഫിഗർ കംപ്ലീഷൻ എന്നുള്ള ടോപ്പിക്കുകളൊക്കെയാണ് വരാറുള്ളത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ബാക്കിയുള്ള ടോപ്പിക്സ് ആണ്. സോ ഇതിൽ തന്നെ വരുന്നത് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഒബ്സർവേഷൻ ആണ്. ഇത് വീണ്ടും നമ്മുടെ ഫിഗറൽ റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് ബ്ലഡ് റിലേഷൻഷിപ്സ് ആണ്. റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന ബന്ധങ്ങളെ, ഫാമിലി
ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക അല്ലേ? എയുടെ മകളാണ് സി, സിയുടെ അച്ഛനാണ് ഡി, അപ്പോൾ എയും ഡിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ, അതാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് അരിത്മെറ്റിക് റീസണിംഗ് ആണ്. അതായത് മാത്സിലെ ബേസിക് ആയിട്ടുള്ള അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് റീസണിങ്ങിലെ ചോദ്യങ്ങളെ സോൾവ് ചെയ്യാം. അതാണ് അരിത്മെറ്റിക് റീസണിംഗ് എന്ന് പറയുന്നത്. അടുത്തത് വെർബൽ ആൻഡ് ഫിഗർ ക്ലാസിഫിക്കേഷൻ. ഇത് നോൺ വെർബൽ റീസണിങ്ങിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിഗർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് വെർബൽ റീസണിങ്ങിലാണ് വരും. ഓക്കെ, ഇനി വെർബൽ ക്ലാസിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നിരിക്കുന്ന വേർഡ്സിനെ ഒരു ക്ലാസിഫൈ ചെയ്ത് അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളതിനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ മേ ബി അതിനെ ഒരു ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി അടുത്തത് വരുന്നത് അരിത്മെറ്റിക് നമ്പർ സീരീസ്. നമ്പർ സീരീസ് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്ത് പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മളിവിടെ നമ്പർ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പർ ഏതാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന മിസ്സിംഗ് നമ്പർ ഏതാണ്, അല്ലെങ്കിൽ അതിൽ നിന്നും വരുന്ന ആ സീരീസിലെ അടുത്ത ടേം ഏതാണ് മുതലായ ചോദ്യങ്ങളാണ് ഇവിടെ വരിക. ഇനി അടുത്തത് അബ്സ്ട്രാക്റ്റ് ഐഡിയ, സിമ്പിൾസും അതിൻ്റെ റിലേഷൻഷിപ്പുമാണ്. ഇതൊക്കെ നമ്മുടെ ഒരു ഫിഗറൽ റീസണിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. അരിത്മെറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ് ആൻഡ് അതർ അനാലിറ്റിക്കൽ ഫംഗ്ഷൻസ്, ഇതൊക്കെ പ്രോബ്ലം സോൾവിങ് റിലേറ്റഡ് ആയിട്ടുള്ള പസിൽസ് പോലെയോ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പോലെയോ അല്ലെങ്കിൽ ലോജിക്കൽ ടേബിൾസ് പോലെയുള്ള ടൈപ്സ് ഓഫ് ടോപ്പിക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ് എല്ലാവർക്കും അറിയാലോ, കറണ്ട് അഫെയർസ് ഉണ്ടായിരിക്കും. കറണ്ട് അഫെയർസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കറണ്ട് അഫെയർസ്, അതായത് ഒരു 6 months to 2 years ആ ഒരു ഗ്യാപ്പിൽ വരുന്ന മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റാറ്റിക് GK ഒക്കെ ആയിരിക്കും പിന്നെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇനി അടുത്തത് ഇന്ത്യയുടെ നെയ്ബറിങ് കൺട്രീസ്, ക്യാപിറ്റൽസ്, കറൻസീസ്, മേജർ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, ഫേമസ് പേഴ്സണാലിറ്റീസ്, ഇതൊക്കെ ഇന്ത്യയുടെ കൺട്രീസും നെയ്ബറിങ് കൺട്രീസും തമ്മിലുള്ളത്. അടുത്തത് ഇന്ത്യയുടെ ഹിസ്റ്ററി, ഫേമസ് ആയിട്ടുള്ള ഡൈനാസ്റ്റീസ്, അവയുടെ ഒക്കെ സ്ഥാപകർ, പ്രധാനമായിട്ട് നടന്നിട്ടുള്ള ഫേമസ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്. നെക്സ്റ്റ് ഇന്ത്യയുടെ കൾച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്റ്റേറ്റ്സ്, അതിൻ്റെ ഡൈവേഴ്സിറ്റി, ലാംഗ്വേജസ്, ഫെസ്റ്റിവൽസ്, ഡാൻസ് ഫോംസ്, ഇതൊക്കെയാണ് കൾച്ചറിൽ വരുന്നത്. ജിയോഗ്രഫിയിൽ വരുന്നത് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഡാംസ്, അതിൽ നടന്നിട്ടുള്ള വീണ്ടും ജിയോഗ്രഫിക്കലായിട്ട് വന്നിട്ടുള്ള ബ്രിഡ്ജസ്, ഫേമസ് ആയിട്ടുള്ള റിവേഴ്സ്, കാര്യങ്ങളൊക്കെ വരും. ഇനി എക്കണോമിക്സും അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ്റെ ഭാഗമായിട്ട് സയൻറ്റിഫിക് റിസർച്ചിലും ഒക്കെ നടന്നിട്ടുള്ള മുന്നേറ്റങ്ങളും അതിന് പിന്നിലുള്ള ഫേമസ് പേഴ്സണാലിറ്റീസും ഒക്കെയാണ് വരുന്നത്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ടോപ്പിക്, അതായത് സബ്ജക്ട്സ് ആണ്, സിലബസ് ആണ് വെച്ചിട്ടുള്ളത്. സോ ഞാൻ പറഞ്ഞല്ലോ സിവിലും മെക്കാനിക്കലും ഇലക്ട്രിക്കലും ആണ് വരുന്നത്. സോ ഇത് നമ്മുടെ Tier 1 സിലബസ് ആണ് കേട്ടോ. Tier 2 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ടെക്നിക്കലാണ്, 300 മാർക്കിൻ്റെ എക്സാമിനേഷൻ. ഇത് നമ്മുടെ ഫസ്റ്റത്തെ എക്സാമിനേഷൻ്റെ സിലബസ് ഞാൻ വെച്ചേ ഉള്ളൂ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നില്ല, ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്റ്റ് അല്ല ഇത്. ഞാൻ പറഞ്ഞ് മാത്രം തരാം. ഓക്കെ, സോ ഇതിൽ വരുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽ, സർവേയിങ്, എസ്റ്റിമേറ്റിംഗ്, സോയിൽ മെക്കാനിക്സ്, കോസ്റ്റിംഗ് ആൻഡ് വാലുവേഷൻ, കോൺക്രീറ്റ് ടെക്നോളജി, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, സ്റ്റീൽ ഡിസൈൻ. നെക്സ്റ്റ് വരുന്നത് ബാക്കി വന്നിരിക്കുന്നത് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്, ഹൈഡ്രോളിക്സ്, RCC ഡിസൈൻ, എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഫസ്റ്റത്തെ എക്സാമിൽ വരുന്നത്. ഇനി അടുത്തത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ബേസിക് കോൺസെപ്റ്റ്, സർക്യൂട്ട് ലോ എന്താണ്, അതുപോലെ തന്നെ ACയുടെ ഫണ്ടമെൻറ്റൽസ്, മാഗ്നറ്റിക് സർക്യൂട്ട്, ഇലക്ട്രിക്കൽ മെഷീൻസ്, യൂട്ടിലൈസേഷൻ ആൻഡ് ഇലക്ട്രിക്കൽ എനർജി, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ വന്നിരിക്കുന്നത് estimation and costing, basic electronics, generation, fractional, kilowatt motors and single phase induction motors, measurement and measuring instruments, synchronous machines. So ഇനി വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. മെഷീൻസ് ആൻഡ് മെഷീൻ ഡിസൈൻ, IC engine combustion, air standard cycles, IC engine performance, first law of thermodynamics, second law of thermodynamics, boilers. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. വീണ്ടും മെക്കാനിക്കലിൽ ബാക്കി ക്ലാസിഫിക്കേഷൻ, റാങ്കൈൻ സൈക്കിൾ, പിന്നെ വീണ്ടും സ്പെസിഫിക്കേഷൻ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, സെൻട്രിഫ്യൂഗൽ പമ്പ്സ്, ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് സ്റ്റീൽ, ഹൈഡ്രോളിക് ടർബൈൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾക്കറിയാലോ, ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്റ്റ് അല്ല കേട്ടോ, ഞാൻ പിന്നെ പറയുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ വീഡിയോയിൽ കംപ്ലീറ്റ് സിലബസ് ഡിസ്കഷന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീണ്ടും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ബാക്കി കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എക്സ്പെക്റ്റഡ് വെയിറ്റേജ് ആണ്. സോ വിച്ച് മീൻസ് നടക്കാൻ പോകുന്ന എക്സാമിനേഷനിൽ, അതായത് February 29 നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞല്ലോ.
നമ്മുടെ മെയ് ജൂണിലാണല്ലോ എക്സാം നടക്കുന്നത്. സോ അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വെയിറ്റേജാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. എന്ന് കരുതി ഇത് തന്നെ എക്സാക്ട്ലി വരണം എന്നില്ല. ഇതിന് മുമ്പ് നടന്നിട്ടുള്ള എക്സാമിനേഷൻ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ എക്സ്പെക്റ്റഡ് വെയിറ്റേജ് പ്രകാരം കൂടുതൽ വെയിറ്റേജ് പോകാൻ പോകുന്നത് ബ്ലഡ് റിലേഷൻഷിപ്പിനും അതുപോലെ തന്നെ അരിത്തമെറ്റിക്കൽ റീസണിങ്ങിനും നോൺ വെർബൽ റീസണിങ്ങിനും ആയിരിക്കും. ആൻഡ് ബാക്കിയുള്ളതിനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള വെയിറ്റേജ് ആണ് പോയിരിക്കുന്നത്. അതേസമയം നമ്മുടെ വിഷ്വൽ മെമ്മറി പോലെയുള്ളതിലോ അല്ലെങ്കിൽ അനാലിസിസിലൊക്കെ കുറച്ച് വെയിറ്റേജ് ആണ്. അപ്പോൾ അത് ഓരോ എക്സാമിനും വേറെ വേറെ ആയിട്ടാണ് വരുന്നത്. നമ്മുടെ ഒരു പ്രോബബിലിറ്റി ആയിട്ടുള്ള ഒരു ചാർട്ട് നമ്മൾ ജസ്റ്റ് വെച്ചു എന്നേ ഉള്ളൂ. ഇനി അടുത്തത് വീണ്ടും കറണ്ട് അഫയേഴ്സിനാണ്. അത് മിക്കവാറും എല്ലാ എക്സാംസിലും കറണ്ട് അഫയേഴ്സിന് തന്നെയായിരിക്കും നല്ല വെയിറ്റേജ് ഉണ്ടാവുക. ബാക്കി കൂടുതലായിട്ടുള്ള ഡേറ്റ്സിന്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിനും ബുക്സ് ആൻഡ് ഓത്തേഴ്സിനൊക്കെയാണ് നമ്മൾ കുറച്ച് വെയിറ്റേജ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മുടെ ഇതിന് മുമ്പ് നടന്ന എക്സാമിൻ്റെ കട്ട് ഓഫ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഓരോ കാറ്റഗറിയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻജിനീയറിംഗ് സ്ട്രീംസിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കട്ട് ഓഫ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സെലക്ഷൻ നടക്കാനായിട്ട് പോകുന്നത് ബേസിക്കലി ഇത് SSCയുടെ ഡിസിഷനിലാണ്. സോ പേപ്പർ 1ലും പേപ്പർ 2ലും നിങ്ങളുടെ മാർക്ക് ബേസ് ചെയ്തിട്ടും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നോക്കിയിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ആവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. സോ അപ്പോൾ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമിനേഷനാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാരണം എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഡിപ്ലോമയോ ഇല്ലാത്തവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യരുത്. ഇതിൻ്റെ ക്ലാസ്സസ് ഒക്കെ നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. നല്ല സ്മാർട്ടായിട്ട് നല്ല ക്ലാസ്സസ് എടുത്ത് മോക്ക് ടെസ്റ്റുകളും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ വേണം നിങ്ങൾ എക്സാമിനേഷന് പോകാൻ. ഓക്കെ, സോ വിഷ് യു ഓൾ എ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.